ഹലോ എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുകയാണ്. അത് ഒന്നും രണ്ടും ഒന്നല്ല, 8 പാറ്റേൺ പേപ്പേഴ്സാണ് കാണിക്കുന്നത്. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പാറ്റേൺ പേപ്പേഴ്സ് ഹോം മെയ്ഡ് ആക്കി ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ A5 സൈസിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റിയ പാറ്റേൺ പേപ്പേഴ്സ് വാങ്ങിക്കാനൊന്നും കിട്ടാറില്ല. പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ 20 റുപ്പീസ് കുറച്ച് എക്സ്പെൻസീവായി തോന്നാറുണ്ട്. സോ A5 ജേർണൽസിന് ഏറ്റവും നല്ലതായിട്ട് നമ്മൾ A4 പേപ്പറിൽ വരച്ചെടുക്കുന്ന പാറ്റേൺ പേപ്പേഴ്സാണ്. പാറ്റേൺ പേപ്പേഴ്സ് നമ്മൊന്ന് കാമായിരിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് വരച്ചുണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് ഞാനൊരു 40 മിനിറ്റ്സിൽ വരച്ചെടുത്താണ്. ഇതുകൂടാതെ ഫൈനൽ വരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്ന് വരച്ച പാറ്റേൺ പേപ്പേഴ്സ് വെച്ച് ഞാനൊരു ജേർണൽ സ്പ്രെഡ് കൂടി ചെയ്യുന്നുണ്ട്. സോ സ്റ്റിക്ക് ടിൽ ദ എൻഡ്. ആദ്യമായിട്ട് ഇതിൽ ഞാൻ വരയ്ക്കുന്നത് ഒരു സ്ട്രോബെറി ഡിസൈൻ പാറ്റേൺ പേപ്പറാണ്. വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു പാറ്റേൺ പേപ്പറാണ്. A4 ഷീറ്റിൽ സ്കൈ ബ്ലൂ പേസ്റ്റൽ കളേഴ്സ് വെച്ച് ബാക്ക്ഗ്രൗണ്ട് സ്ട്രൈപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് റെഡ് ബ്രഷ് പെൻ വെച്ച് സ്ട്രോബെറി ഷേപ്പിൽ വരച്ചു കൊടുത്ത് ഗ്രീൻ ബ്രഷ് പെൻസ് വെച്ച് ലീഫും വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് പെയിൻറ്റ് മാർക്കർ വെച്ച് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇടയ്ക്ക് ബോർ അടിക്കുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് വരയ്ക്കുന്നത് ഒരു സ്പൈറൽ അല്ലെങ്കിൽ ഒരു വേവി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, ലൈക്ക് എ ഗ്രാഫിക് ജോമെട്രിക്കൽ ഡിസൈൻ. ഇത് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. ഒരു ബ്രഷ് പെൻ വെച്ചിട്ട് വേവി ആയിട്ട് കുറച്ച് ഷേപ്സ് വരച്ചു കൊടുക്കുക. ശേഷം അതിനുള്ളിൽ ഇതുപോലെ ലൈൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു മാർബിൾ തീം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനങ്ങനെ ഒരു പെർഫെക്റ്റ് വേ ഒന്നുമില്ല. ചുമ്മാ കുറച്ച് വേവി ലൈൻസ് വരച്ചു കൊടുത്ത് അത് ഫില്ല് ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറ്റേൺ പേപ്പേഴ്സ് റെഡിയാണ്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് പാറ്റേൺ പേപ്പർ. വളരെ സിമ്പിളാണ്, ഒന്ന് വരച്ചു നോക്കാം. അടുത്തതായിട്ട് ഒരു പൈനാപ്പിൾ പാറ്റേൺ പേപ്പറാണ്. പൈനാപ്പിൾ പാറ്റേൺ പേപ്പറിന് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ ഷേപ്സിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്സിൽ ബ്രൈറ്റ് യെല്ലോ വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഓവൽ ഷേപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫെയ്ഡഡ് ഒരു ഓറഞ്ചിഷ് യെല്ലോ വെച്ചിട്ട് ക്രിസ് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺസ് വരച്ചു കൊടുക്കുന്നുണ്ട്. സോ ആ പൈനാപ്പിളിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. ശേഷം ആ പെന്നിനെ വെച്ചിട്ട് ഈ ഓവൽസിന് ഒരു ബോർഡറും വരച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാണ്. ഒരു ഫ്രൂട്ട് തീമിലുള്ള ജേർണലോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ജേർണൽസ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയ പാറ്റേൺ പേപ്പേഴ്സാണ് ഇത്. ശേഷം ഒരു സേജ് ഗ്രീൻ വെച്ചിട്ട് ഇതിൻ്റെ ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ മുകളിലത്തെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് സാധാരണ ഈ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ട് ഇടുന്നത് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു സ്കൈ ബ്ലൂ പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് സ്ട്രൈപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രൈപ്സ് വരുന്ന ഡിസൈൻസിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാറ്റേൺ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ പോപ്പപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഈ ബ്ലൂ ആദ്യം വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ യെല്ലോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ പൈനാപ്പിളിൽ ബ്ലൂവും കൂടി വരുമ്പോൾ അതൊരു വേറൊരു കളറായിട്ട് കോമ്പിനേഷനിൽ പ്രശ്നം വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യാത്തത്. ചിലപ്പോൾ ഗ്രീനൊക്കെ പൈനാപ്പിളിന് ഷെയ്ഡായിട്ട് വരും. ലാവൻഡർ ഫ്ലവേഴ്സൊക്കെ എല്ലാവർക്കും വരയ്ക്കാൻ അറിയുന്നതാണല്ലോ. വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഈ ലാവൻഡർ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ പേപ്പേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. പിൻട്രസ്റ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ഞാനൊരു യെല്ലോ ഗിങ്കം പാറ്റേൺസ് വരച്ചു കൊടുക്കുന്നുണ്ട് പേസ്റ്റൽ പെൻസ് വെച്ചിട്ട്. ശേഷം ഒരു ലാവൻഡർ അല്ലെങ്കിൽ ലൈറ്റ് പേർപ്പിൾ ബ്രഷ് പെൻ വെച്ചിട്ട് ഇതുപോലെ ലാവൻഡർ സ്റ്റോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ലാവൻഡർ സ്റ്റോക്സ് ഒരുമിച്ച് നിൽക്കുന്ന പോലെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൽ കാണുന്ന പോലെ ചുമ്മാ ഡോട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ കുറേ വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലാവൻഡർ സ്റ്റോക്സ് റെഡിയാണ്. സോ ഈ 2 ഒരുമിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ജേർണലിംഗ് ശരിക്കും ഒരു തെറാപ്പി പോലെയാണ് അല്ലേ. ആരോടും പറയാതെ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു സമയം. അതുമാത്രമല്ല ക്രിയേറ്റിവിറ്റിയും ഇതിലൂടെ വളരുന്ന ഒരു കാര്യമാണ്. ചെറിയ ഡൂഡിൽസ്, കളേഴ്സ്, പാറ്റേൺസ് ഇതെല്ലാം നമ്മൾ ഒരുപാട് പീസ്ഫുൾ സോണിലേക്ക് കൊണ്ടുപോകും. കമ്മിങ് ബാക്ക് ടു ദിസ് പാറ്റേൺ, ഞാൻ പറഞ്ഞില്ലേ ലാവൻഡേഴ്സിന് നമുക്കിനി ഒരു സേജ് ഗ്രീൻ വെച്ച് സ്റ്റോക്സ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ചുമ്മാ ഒരു വേവി ആയിട്ട് നമുക്ക് ഇതിന് ലീവ്സ് കൂടി വരച്ചു കൊടുക്കാം. സോ ഈ പാറ്റേൺ പേപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഡു ഗിവ് ഇറ്റ് എ ട്രൈ. അടുത്തതായിട്ട് വരയ്ക്കുന്നത് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചുമ്മാ ഇരുന്ന് വരയ്ക്കാൻ പറ്റിയൊരു പാറ്റേൺ പേപ്പറാണ്.
അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ലൈറ്റ് ഗ്രീൻ പേസ്റ്റൽ കളേഴ്സ് വെച്ച് സ്ട്രൈപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് യെല്ലോ ബ്രഷ് പെൻ വെച്ചിട്ട് ഓവൽസ് വരച്ചു കൊടുക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പിടികിട്ടി കാണും. നമ്മൾ കുറച്ച് ബീസ് ഉള്ള പാറ്റേൺ പേപ്പറാണ് വരയ്ക്കുന്നത്. അതിൽ വരച്ച് വന്നപ്പോൾ ഒരു ഓവൽ മാത്രം കുറച്ച് വലുതായി, സാരമില്ല, നമുക്ക് ക്യൂൻ ബി ആയിട്ട് എടുക്കാം. ശേഷം ഒരു ബ്ലാക്ക് പെൻ വെച്ച് സ്ട്രൈപ്സും അതുപോലെ തന്നെ ചെറിയ 2 വിങ്സും വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഹണി ബി പാറ്റേൺ പേപ്പേഴ്സ് റെഡി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് കാലമായി ഫുൾ ഫ്ലോറൽ തീമിലുള്ള മൾട്ടിപ്പിൾ ഫ്ലവേഴ്സ് ഉള്ള ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഇത്തവണ അത് ചെയ്യാമെന്ന് കരുതി. ആദ്യമായിട്ട് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ഫ്ലവേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക. ആദ്യമായിട്ട് ഒരു പോപ്പിയുടെ ഷേപ്പ് പോലെ കുറച്ച് വേവി പെറ്റൽസ് വരുന്ന ഷേപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കളർ ഫില്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റെഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. റെഡ് ഉപയോഗിച്ച് അതിന് നല്ല ഭംഗി ഉണ്ടാവും. ഞാനൊരു ഗ്രേപ്പ് പേർപ്പിൾ അല്ലെങ്കിൽ ഗ്രേപ്പ് റെഡ് ആ ഒരു കളറാണ് ചൂസ് ചെയ്തത്. ശേഷം സ്കൈ ബ്ലൂ വെച്ച് ലിറ്റിൽ സ്റ്റാർസ് പോലെ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഈ ഗ്യാപ്സ് ഫില്ല് ചെയ്യുക, അത് ഭയങ്കര ഒരു കൊഹിസീവായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ ഞാനിവിടെ എടുത്തൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഗ്രേപ്പ് യെല്ലോ ആയിട്ടുള്ള പോപ്പി ഫ്ലവേഴ്സിൻ്റെ ഷേപ്സ് വരച്ചില്ലേ, സോ അതിന് സറൗണ്ടഡ് ആയിട്ടാണ് സ്കൈ ബ്ലൂസ് വരച്ചു കൊടുക്കുന്നത്. സോ എവിടെയൊക്കെ ഞാൻ ഈ ഗ്രേപ്പ് റെഡ് വെച്ചിട്ട് പോപ്പി ഫ്ലവേഴ്സിൻ്റെ ഷേപ്സ് വരച്ചു കൊടുത്തിട്ടുണ്ടോ അതിന് ചുറ്റും ഞാൻ അസോസിയേറ്റഡ് ആയിട്ട് ഈ ഒരു സ്കൈ ബ്ലൂ ആയിട്ടുള്ള ഫ്ലവേഴ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു പിങ്ക് ബ്രഷ് പെൻ വെച്ചിട്ട് നടുവിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്ലൂവും അതും പോപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊരു ലിറ്റിൽ ഡീറ്റെയിൽസ് ആണ്. ശേഷം ഒരു ലൈറ്റ് പേർപ്പിൾ ആക്രിലിക് മാർക്കർ വെച്ചിട്ട് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കളേഴ്സിന് അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് ചെയ്യുക. സോ നമ്മുടെ പാറ്റേൺ ഭയങ്കര കൊഹസീവായിട്ട് വരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ നമ്മളൊരു ഗ്രീൻ കളർ വെച്ചിട്ട് കുറച്ച് ഗ്രീൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീവ്സിൻ്റെ വരച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു വൈൻ ലീഫ് പോലുള്ള ഒരു സംഭവമാണ് വരച്ചു കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. ഈ ഫ്ലോറൽ ആയിട്ടുള്ള നമ്മൾ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഗ്രീൻസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. മാക്സിമം കളർഫുള്ളായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് യെല്ലോ കളേഴ്സിൽ ഉള്ള ഇതും വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു സ്റ്റാർ ഷേപ്ഡ്, അതായത് നമ്മുടെ കീബോർഡിലൊക്കെ കാണുന്ന സ്റ്റാർ ഉണ്ടല്ലോ, ആ ഒരു സിമ്പൽ പോലത്തെ ഫ്ലവേഴ്സാണ് ഇതിൽ വരച്ചു കൊടുക്കുന്നത്. അതിനെല്ലാം നടുവിൽ ഓറഞ്ചായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമ്മളുടെ ഈ പറമ്പിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഇതരം യെല്ലോ ഫ്ലവർ ഉണ്ടല്ലോ, സൺഫ്ലവറിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ. ആക്ച്വലി അതൊരു വീടാണ്, പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലവറാണ്. എനിക്ക് അതുപോലെ തോന്നി. പിന്നെ ഞാൻ ചെറുതായിട്ട് റോസ് പെറ്റൽസ് വരച്ചു കൊടുക്കാനൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വയലറ്റ് സ്കെച്ച് പെൻ വെച്ചിട്ട് ലാവൻഡർ സ്റ്റോക്സും വരച്ചു കൊടുക്കുന്നുണ്ട്. ലാവൻഡർ സ്റ്റോക്സ് ഭയങ്കര ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അല്ലേ, ഒരു ഫ്ലവറാണ്. അത് ഈ പാറ്റേൺസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈവൻ ചുമ്മാ ജേർണലിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹെഡിങ്ങോ എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് താഴെ സിഗ്നേച്ചർ പോലെയൊക്കെ നമുക്ക് പകരം ഒരു ലാവൻഡർ സ്റ്റോക്ക് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഗ്യാപ്സിലൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് സ്കെച്ച് വെച്ചിട്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പോളൻ ഗ്രെയിൻസ് പോലത്തെ ഒരു ഇഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. ഇതാണ് നമ്മളുടെ ഫ്ലോറൽ തീംഡ് പാറ്റേൺ പേപ്പർ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ കുറേ ആയല്ലോ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഒരു പാറ്റേൺ വരയ്ക്കുന്നു. സോ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡെയിലി ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പാറ്റേൺ വരയ്ക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു A4 ഷീറ്റ് എടുത്ത് പേസ്റ്റൽ ഓറഞ്ച് വെച്ച സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരയ്ക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈസി ആയിട്ട് ഒരു കോഫി മഗ് വരയ്ക്കാം എന്ന് വിചാരിച്ചത്. സോ ഞാൻ ഒരു കോഫി മഗ്സിൻ്റെ പാറ്റേൺസ് എല്ലായിടത്തും വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റ് ബ്ലൂ കോഫി മഗ്സ് കാണാൻ വേണ്ടിയിട്ട്, സോറി ലൈറ്റ് ബ്ലൂ അല്ല, ഇത് റോയൽ ബ്ലൂ ആണ്. റോയൽ ബ്ലൂ കോഫി മഗ്സ് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. സോ ഞാൻ ഡാർക്ക് ബ്ലൂ ആയിട്ട്, അതായത് നമ്മുടെ റോയൽ ബ്ലൂ വെച്ചിട്ടുള്ള കുറച്ച് കോഫി മഗ്സ് പല ഡിഫറൻസ് ഡിറക്ഷൻസിലും പോകുന്ന പോലെ ഇതിൽ ഫില്ല് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നി. കാരണം ആക്രിലിക് മാർക്കർ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്, അത് ഫില്ല് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. അതായത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു സംഭവമാണ്. ഈ ബ്രഷ് ഇങ്ങനെ സ്ട്രോക്സ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ട് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൗണ്ടാണ്. സോ നല്ല എൻജോയ് ചെയ്ത് കാമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പറാണിത്. അതിൽ തന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ചൊരു യെല്ലോയിഷ് ഓറഞ്ച് സ്ട്രൈപ്സ് വന്നപ്പോൾ അത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇപ്പോൾ കേട്ട ഈ ഒരു ബ്രഷിൻ സ്ട്രോക്സിൻ്റെ സൗണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ശേഷം ഞാനൊരു ബ്രൗൺ ആക്രിലിക് മാർക്കർ വെച്ച് ഉള്ളിൽ കോഫി കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോഫി മഗ് പാറ്റേൺ പേപ്പർ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ വരയ്ക്കുന്നത് കുറച്ച് വലിയ ഫ്ലവേഴ്സ് വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് കോൺഫ്ലവേഴ്സ് ആണ്. ഈ കോൺഫ്ലവേഴ്സ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊടൈക്കനാൽ പോയപ്പോൾ കണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്സിൽ, ഒരു ലൈലാക്ക് ഷെയ്ഡ്സിലൊക്കെ കുറച്ച് ഡാർക്ക് പേർപ്പിൾ കയറി വരുന്ന തരം ഫ്ലവേഴ്സാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്കെച്ച് പെൻസ് ആണ്. സോ ഒരു ഡാർക്ക് പേർപ്പിൾ വെച്ചിട്ട് ഞാൻ സ്റ്റാർസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം കോൺഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റോക്കിൽ 2-3 ചെറിയ പെറ്റൽസ്. ഇതാണ് ഈ കോൺഫ്ലവേഴ്സ്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷേപ്പാണിത്. അതിന് ശേഷം ഗ്രീൻ സ്കെച്ച് വെച്ചിട്ട് സ്റ്റോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഒരു ഡാൻഡലിയോൻ്റെ ഡിസൈൻ പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അതിനുശേഷം ഞാൻ ഗ്രീൻ ബ്രഷ് പെൻസ് വെച്ചിട്ട് ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടിയും ലീവ്സ് പോപ്പായിട്ട് കാണണം എന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് ഇതിന് ശേഷം ഞാനൊരു ഡാർക്ക് സ്കെച്ച് പെൻസ് വെച്ചിട്ട് ലീവ്സിന് വെയിൻസ് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ ഈ ഒരു പാറ്റേൺ ഭയങ്കര എലിവേറ്റഡ് ആയിട്ട് പോലെ എനിക്ക് തോന്നി. സോ ഇതാണ് നമ്മുടെ കോൺഫ്ലവർ പാറ്റേൺ പേപ്പർ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. സോ ഇന്നുണ്ടാക്കിയ ഓരോ പാറ്റേൺസ് നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മൾ സ്ട്രോബെറി പാറ്റേൺ ഉണ്ടാക്കി, അതിനുശേഷം ഒരു മാർബിൾ വേവി പാറ്റേൺ ഉണ്ടാക്കി, പിന്നെ നമ്മളൊരു പൈനാപ്പിൾ പാറ്റേൺ ഉണ്ടാക്കി, ശേഷം ലാവൻഡർ പാറ്റേൺ ഉണ്ടാക്കി, ബീസ് പാറ്റേൺ ഉണ്ടാക്കി, ഫ്ലോറൽ പാറ്റേൺ ഉണ്ടാക്കി, കോഫി മഗ് പാറ്റേൺ ഉണ്ടാക്കി, ലാസ്റ്റായിട്ട് നമ്മൾ കോൺഫ്ലവർ പാറ്റേൺ കൂടി ഉണ്ടാക്കി. ഇനി ഞാൻ ഈ പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു ജേർണൽ സ്പ്രെഡ് കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കൊരു ജേർണൽ സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ എടുത്ത് ചെയ്യുന്നത് നമ്മുടെ കോഫി മഗ് പാറ്റേൺ വെച്ചിട്ടാണ്. സിമ്പിളായിട്ടുള്ള ഒരു ജേർണലാണ്, വളരെ സിമ്പിളായിട്ടുള്ള ജേർണലാണ്. കാര്യമായിട്ട് ഒരുപാട് ലൗഡായിട്ടൊന്നും അല്ലാതെ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ആദ്യം തന്നെ ഈ A4 ഞാൻ ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ആ A5 ജേർണലിന് ഫിറ്റ് ആവുന്നത് കണ്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇത് നമുക്ക് വാങ്ങുമ്പോൾ കിട്ടില്ല, ഈ ഒരു സൈസുള്ള പാറ്റേൺ നമുക്ക് കിട്ടില്ല. പിന്നത്തെ കാര്യം പറഞ്ഞാൽ പ്രിൻ്റ് എടുക്കുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഈ വരച്ച പോലത്തെ ഒരു പ്രിൻ്റ് നമ്മൾ എടുക്കുമ്പോൾ 20, ഇപ്പോൾ 8 എണ്ണം എടുത്തില്ലേ, 8 പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി. 20 റുപ്പീസ് വെച്ച് ഇത് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ എത്ര രൂപയായി? 160 റുപ്പീസ് ഡിം പോയി. ഇതിപ്പോൾ എന്താ, 4 പാറ്റ് A4 ഷീറ്റിൻ്റെ ചിലവേ വന്നിട്ടുള്ളൂ. ബ്രഷ് പെൻസോ സ്കെച്ചോ വാട്ടർ കളറോ നമുക്കുണ്ടെങ്കിൽ സുഖമായി ചെയ്യാം. എനിക്ക് എൻ്റെ ജേർണൽ സ്പ്രെഡ്സിൽ ഈ പോസ്റ്റ്-ഇറ്റ് നോട്ട്സ്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റിക്കി നോട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെൻ്റെ പോസ്റ്റ്-ഇറ്റ് നോട്ട് സ്റ്റിക്കി നോട്ട് കളക്ഷനാണ്. പല ഷേപ്സിലും ഡിസൈൻസിലും ഒക്കെയുള്ള യുണീക്കായിട്ടുള്ള പോസ്റ്റ്-ഇറ്റ് നോട്ട്സും അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങി വെക്കാറുണ്ട്. ഈ കാണുന്ന മൾട്ടി പാറ്റേൺ സ്റ്റിക്കി നോട്ടല്ല ആക്ച്വലി, ഇത് പോസ്റ്റ്-ഇറ്റ് നോട്ട്സ് ആണ്. ഇതിൽ ഗമ്മൊന്നുമില്ല. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇതിൽ കുറേ പാറ്റേൺസ് വരുന്നുണ്ട്. ചെക്സ്, ഗിങ്കം പാറ്റേൺസ്, പല കളറിലുള്ള പാറ്റേൺസൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം ഈ കാണിക്കുന്ന പോസ്റ്റ്-ഇറ്റ് നോട്ട് ഞാൻ നമ്മളുടെ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. സ്ക്വയർ ഗ്രിഡ് പേപ്പറിൽ വരുന്ന പോസ്റ്റ്-ഇറ്റ് നോട്ടാണ്. ശേഷം ക്രിങ്കിളി കട്ടർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സ്പ്രെഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് ഒഴിവാക്കി ഇതുപോലെ ക്രിങ്കിളി കട്ടേഴ്സോ അല്ലെങ്കിൽ ചുമ്മാ കൈകൊണ്ട് ടിയർ ചെയ്തിട്ടോ സിസേഴ്സ് കൊണ്ട് വേവി ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ കാണുന്ന ഗ്ലൂ ടേപ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 149 റുപ്പീസാണ് ഇതിന് വരുന്നത്. ഇത് ഭയങ്കര ഒരു ബ്രില്യൻ്റ്ലി എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു ഗ്ലൂ ടേപ്പായിട്ട് തോന്നി. ഇതിങ്ങനെ ക്ലിക്ക് പെൻസ് പോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ ഒരു ഗ്ലൂ ടേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 5 മീറ്റർ ലെങ്ത്തിലുള്ള ഗ്ലൂ ടേപ്പാണ് വരുന്നത്, ഇതിൻ്റെ ഉള്ള റോള് വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഗ്ലൂ ടേപ്പ് വാങ്ങിയത് ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് 299 റുപ്പീസിന് 5 എണ്ണം വരുന്നൊരു സെറ്റാണ്. അത് പക്ഷേ ഇത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തീർന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ചില സമയത്ത് ഇൻ്ററപ്ഷൻസും വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലൂ ടേപ്പിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഭയങ്കര യുണീക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ ജാപ്പനീസ് സ്റ്റേഷനറിയുടെയൊക്കെ വീഡിയോസ് യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റേഷനറീസൊക്കെ. എനിക്ക് അതുപോലെ തോന്നി. ഞാൻ ചെറിയൊരു നോട്ട് ഈ പോസ്റ്റ്-ഇറ്റ് നോട്ടിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റിക്കേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ കാണുന്ന ബോക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ടൂൾ ബോക്സ് ആണ്. അത്ര മിനിയൊന്നുമല്ല, എന്നാൽ സാധാരണ വരുന്ന ടൂൾ ബോക്സിൻ്റെ അത്ര വലുപ്പമില്ല. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിലാണ് ഞാൻ എൻ്റെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. എസ്പെഷ്യലി പ്രിൻ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് ഇതിലാണ്. സോ എൻ്റെ മനസ്സിലൊരു വിൻറ്റേജ് നോട്ടീസ് പോലത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചൊരു ഓർമ്മയിൽ ഞാനത് തപ്പുകയാണ്. എനിക്ക് എൻ്റെ ജേർണൽ സപ്ലൈസൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തീംസ് വരുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഇതുപോലെ പൗച്ചസിലാക്കി അത് തന്നെ വീണ്ടും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനത്തെ അത് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സംഭവങ്ങളും എവിടെയാണ് എന്നൊരു ഐഡിയ ഉണ്ടാവും. ഏത് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ എവിടെ പോയി നോക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. വലിച്ചു വാരി ഇടുന്ന ഒരു സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ജേർണൽ സപ്ലൈസൊക്കെ. അപ്പോൾ ഞാൻ മാക്സിമം ഒക്കെ ഓർഗനൈസ് ആക്കി വെക്കാറുണ്ട്. ഈ ഒരു വിൻറ്റേജ് കാറിൻ്റെ ചെറിയൊരു സ്റ്റിക്കറാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കരുതി ഒരു മൂവി ടിക്കറ്റിൻ്റെ ചെറിയൊരു സ്റ്റിക്കർ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് ചിലവ് കുറയ്ക്കുക എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല, ഈ ഓരോ ചെറിയ ഡിസൈൻസിലും നമ്മുടെ ഒരു പേഴ്സണൽ ടച്ച് അതിലുണ്ട്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം, നമ്മുടെ പേഷ്യൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക സന്ദേശം തോന്നും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇത് സേവിങ് മണി എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, ഇറ്റ്സ് എ വേ ഓഫ് ക്രിയേറ്റിംഗ് ജോയ്. ഇത് സെയിം ആയിട്ട് തന്നെ നമ്മൾ പല ജേർണൽ സപ്ലൈസും ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഈ ഇടയ്ക്കായിട്ട് ഞാൻ കുറച്ച് ഹോം മെയ്ഡായിട്ട് ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ജോയ് തോന്നാറുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ജേർണൽ. ഐ ഹോപ്പ് എവരി വൺ ലൈക്ഡ് ഇറ്റ്. ഈ പാറ്റേൺ പേപ്പേഴ്സും എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. ഇത് ബിഗിനേഴ്സിനോ ആർക്ക് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റിയ ഒട്ടും ഓവർ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പാറ്റേൺസ് ആണ്. സോ ഗീവ് ഇറ്റ് എ ട്രൈ. ഐ ഹോപ്പ് എവരി വൺ ലൈക്ക് ദിസ് വീഡിയോ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ ഡെയിലി ജേർണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു 120 days ആയിട്ട് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി വൺസ് ഒരു ലോങ് വീഡിയോ ഇടാറുണ്ട്. സോ ഇഫ് യു ലൈക്ക് ദീസ് കൈൻഡ്സ് ഓഫ് കണ്ടൻറ്റ്, ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.